മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 97-ാമത്തെ ദശകത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: യാതേ ത്വയ്യാശു വാതാകുലജലദകളത്തോയ പൂർണ്ണാതികൂർണസപ്താർണോരാശിമഗ്നേ ജഗതി സതു ജലേ സംഭ്രമൻ വർഷകോടീഃ ദീനപ്രൈക്ഷിഷ്ടദൂരേ വടതളശയനം കഞ്ചിതാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദന സരസിജന്യസ്തപദാംഗുലീകം. അതായത് ഭഗവാനോട് ഒരു വരവും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒടുക്കം നിർബന്ധമായി പറഞ്ഞപ്പോൾ എന്നാൽ ഭഗവാന്റെ മായ അതൊന്ന് കണ്ടേക്കാം എന്നുള്ളതാണ്. മാർക്കണ്ഡേയന് വേറെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ആ ഭഗവാന്റെ മായ കാണാൻ അത് ഒരു അത്ഭുതമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതാ താൻ അനുഭവിക്കണത് ആ മായയാണ് എന്നുള്ളതായിട്ടില്ല, തൻ്റെ ചുറ്റുമുള്ളതായിട്ടുള്ള മായ അതിനെ പറ്റിയിട്ടൊന്നും വിചാരിക്കണില്ല. എന്താണെന്ന് വെച്ചാൽ ആ മാർക്കണ്ഡേയൻ്റെ ഉള്ളിൽ ഭഗവാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, ആ പരമാത്മാവ് മാത്രമേ ഉള്ളൂ മാർക്കണ്ഡേയൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ മായ മാർക്കണ്ഡേയനെ ഒട്ടും ബാധിക്കണില്ല. അപ്പോൾ ആ മായ ഒന്ന് കണ്ടു കളയാം എന്നുള്ളതായിട്ടുള്ള മോഹമുണ്ട്, അത് ഒന്ന് കാണിച്ചു തന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ സമ്മതിച്ചു. അവിടുന്ന് അപ്രത്യക്ഷമായി അവിടുന്ന് പോയി. അത് കഴിഞ്ഞപ്പോൾ യാതേ ത്വയി, അങ്ങ് മറഞ്ഞതായ അവസരത്തിൽ, അങ്ങ് പോയതായ അവസരത്തിൽ, അങ്ങ് അവിടെ നിന്ന് പോയതായ മാർക്കണ്ഡേയൻ്റെ മുമ്പിൽ നിന്ന് അംഗീകരിച്ചുകൊണ്ട് മായ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോയതായിട്ടുള്ള അവസരത്തിൽ യാതേ ത്വയി ആശു, വലിയ താമസമൊന്നും ഉണ്ടായില്ല ഭഗവാൻ പോയതിന് ശേഷം. ആശു വാതാകുല ജലദകളത്തോയ പൂർണ്ണ അതിപൂർണ്ണ സപ്പർണോരാശിമഗ്നേ ജഗതി, ജഗത്തിൽ ആ ലോകം മുഴുവൻ, എങ്ങനെയായി ലോകം മുഴുവൻ, ഭൂമി മുഴുവൻ, സപ്താർണോരാശിമഗ്നേ, സപ്താർണസ്, അർണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലം എന്നാണ് അർത്ഥം. അർണസി അർണാംസി എന്നൊക്കെയാണ്. അർണസ് ജലം എന്നാണ് അർത്ഥം. സപ്ത അർണോരാശി, അർണോരാശി ജലസമൂഹം. ഏത്? സപ്ത, 7 ജലസമൂഹങ്ങൾ, അതായത് 7 സമുദ്രങ്ങൾ. 7 സമുദ്രങ്ങളിൽ ജഗത്ത് മുഴുവൻ മുങ്ങി എന്നാണ്. മുങ്ങിപ്പോയി ലോകം മുഴുവനെ, ലോകത്തെ മുഴുവൻ വെള്ളം മാത്രമായി, വേറെ ഒന്നും ഭൂമി ഒന്നും കാണാണ്ടേ കണ്ടായി. ഈ ലോകം മുഴുവൻ ആ വെള്ളം വന്ന് പൊങ്ങിയിട്ട് ഭൂമി മുഴുവൻ വെള്ളത്തിൻ്റെ ഉള്ളിലായി എന്നാണ്. സപ്താർണോരാശി മഗ്നേ ജഗതി, ജഗത്ത് മുഴുവൻ 7 സമുദ്രങ്ങളിലെ ആ സമുദ്രങ്ങളാകുന്ന ജലരാശിയിൽ, അർണോരാശി അർണസുകളുടെ സമൂഹം, സമുദ്രം എന്നുള്ള അർത്ഥത്തിലാണ്. സപ്താർണോരാശി ആ 7 സമുദ്രങ്ങളിൽ മുങ്ങിപ്പോയപ്പോൾ എങ്ങനെയാണ് മുങ്ങിയത് എന്ന് പറയാണ്. ആശു വാതാകുല ജലദകളത്തോയ പൂർണ്ണ അതിപൂർണ്ണ സപ്താർണോരാശിമഗ്നേ. വാദം, കാറ്റ്, വാദം കൊണ്ട് ആകുലമായ കാറ്റ്, നല്ല കാറ്റ്, ശക്തിയായിട്ടുള്ള കാറ്റ് വീശുന്നുണ്ട്. അങ്ങനെ ആ കാറ്റ് വീശുമ്പോൾ വെള്ളം മുഴുവൻ ആകുലമാണ്, ഇളകി മറിഞ്ഞുകൊണ്ടാണ് വെള്ളം ഇരിക്കുന്നത്. വെള്ളം സമുദ്രങ്ങളിലേക്ക് വെള്ളം നല്ലോണം ഇളകി മറിയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റടിക്കുന്നുണ്ട് എന്നാണ്. വാതാകുല ജലദം, വാദം കൊണ്ട് കാറ്റത്ത് ശക്തിയായി നീങ്ങുന്നതായിട്ടുള്ള ജലദം മേഘങ്ങൾ. ആ ജലദം കൊണ്ട് ജലദ ഗളത്ത്, ആ മേഘങ്ങളിൽ നിന്ന് വീഴുന്നതായിട്ടുള്ള, ഗളത്ത് വീഴുന്ന ആ മേഘങ്ങൾ വർഷിക്കുന്നതായിട്ടുള്ള തോയം ജലം. ആ തോയ പൂർണ്ണം, വെള്ളം നിറഞ്ഞിട്ട് അതിശക്തിയായിട്ട് വർഷിക്കുന്നുണ്ട് മേഘം. കാറ്റ് നല്ലോണം വീശുന്നുണ്ട്, മേഘങ്ങളപ്പം നന്നായിട്ട് വർഷിക്കുന്നുണ്ട്. ആ മേഘങ്ങൾ വർഷിക്കുന്നതായിട്ടുള്ള ജലം കൊണ്ട് പൂർണ്ണമായി എന്ത് പൂർണ്ണങ്ങളായതുകൊണ്ട് ഇളകി മറിയുന്നുണ്ട്. പൂർണ്ണം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റിക്കറങ്ങുക എന്നുള്ള അർത്ഥമാണ്. അതായത് ചുഴി നല്ലോണം ഉണ്ട്. അങ്ങനെ കറങ്ങി വരുന്നതായിട്ടുള്ള ആ ജലം, ആ സമുദ്രങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. കാറ്റ് നല്ലോണം വീശുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, അതിശക്തിയായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്.
ആ മഴ കൊണ്ട് സമുദ്രങ്ങളൊക്കെ മുങ്ങി, ആ സമുദ്രങ്ങളിൽ ചുഴി നല്ല പോലെ ഉണ്ട് എന്നാണ് പറയണത്. അങ്ങനെ അപ്പം ആ ആകപ്പാടെ കൂടിയിട്ട് വെള്ളം മാത്രമേ കാണാനുള്ളൂ. ആ വെള്ളം നല്ലോണം ചുഴി, തിരമാലകളും ചുഴികളും ഒക്കെ ഉണ്ട്. ആ വെള്ളത്തിൽ കാറ്റും മഴയും ശക്തിയായിട്ട് പെയ്യുന്നുണ്ട്. അതാണ് അവിടെയുള്ള അവസ്ഥ. ഈ ഭഗവാൻ മറഞ്ഞതിന് ശേഷം, നാരായണ ഭഗവാൻ നരനാരായണന്മാരും മറഞ്ഞതിന് ശേഷം മാർക്കണ്ഡേയന് അനുഭവപ്പെട്ട കഥ ഇതാണ് എന്നാണ്. അങ്ങനെ സപ്താർണോരാശി മഗ്നേ ജഗതി, ആ ഭൂമി മുഴുവനെ അതിൽ മുങ്ങിപ്പോയി, കര കാണാണ്ടേയി. സതു, അപ്പൊ ഈ മാർക്കണ്ഡേയൻ എങ്ങനെയാണ്? സതു ജലേ സംഭ്രമൻ വർഷകോടീഹി, ആ വെള്ളത്തിൻ്റെ മുകളിൽ കിടന്നിട്ട് അങ്ങനെ സംഭ്രമൻ ഇളകി മറിയുകയാണ്, അങ്ങടും ഇങ്ങടും വീശിയിട്ട്. എന്നാൽ മരിക്കണമൊന്നും ഉണ്ടാവണില്ല, ദേഹത്തിന് അപകടമൊന്നും ഉണ്ടാവണില്ല. പക്ഷേ വളരെയധികം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുന്നു എന്നാണ്. ഈ വെള്ളം അങ്ങടും ഇങ്ങടും ഇട്ട് തട്ടുന്നുണ്ട് മാർക്കണ്ഡേയനെ എന്നാണ്. അങ്ങനെ സംഭ്രമൻ വർഷകോടീഹി, ആ കോടിക്കണക്കിന് വർഷങ്ങളാണ്. കോടീഹി ബഹുവചന പ്രയോഗിച്ചിരിക്കണതേ. വർഷകോടികൾ അങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. ഈ ജലത്തിൻ്റെ ഉപരി വേറെ ഒന്നും കാണാനില്ല, മരണമില്ലല്ലോ. ചിരായുസാണ്, ദീർഘായുസാണ്, അപ്പം മരിക്കാനും വയ്യ. അപ്പം അങ്ങനെ ഈ വെള്ളത്തിൽ സമുദ്രത്തിൻ്റെ കരകവിയല്ല, കരകളെയൊക്കെ മൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഏകാർണവം, സമുദ്രം മുഴുവൻ ഒറ്റ സമുദ്രമായിട്ട് മാറി എന്നുള്ളതാണ്. ഈ 7 സമുദ്രങ്ങളും ഒക്കെ അന്യോന്യം യോജിച്ച് ഭൂമിയെ മുഴുവനും മുക്കിക്കിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ജലത്തിൽ കറങ്ങി തിരിഞ്ഞുകൊണ്ട്, എന്താണെന്ന് വെച്ചാൽ സ്വയം എവിടെയും കാലിൽ തൊടാനൊന്നും നിവൃത്തിയില്ല. അപ്പം ഇങ്ങനെ ഈ ഒഴുക്കിൽപ്പെട്ട് അങ്ങടും ഇങ്ങടും നീന്തിയും കൊണ്ട് അങ്ങടും ഇങ്ങടും വലിക്കപ്പെട്ടുകൊണ്ട് അങ്ങനെ മാർക്കണ്ഡേയൻ വർഷകോടികൾ കഴിഞ്ഞു കൂട്ടി എന്നാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടി. അപ്പോൾ ആ മായ, ഭഗവാന്റെ മായ ഇതാണ് എന്നുള്ളത് അങ്ങോട്ട് മനസ്സിലാക്കാൻ ആണ് ഇത് കാണിച്ചത് എന്നാണ്. എന്നിട്ട് ദീനനായി ഇങ്ങനെ ഈ ഒഴുക്കിൽപ്പെട്ട് വർഷകോടികൾ അങ്ങനെ ആ ഒഴുക്കിൽപ്പെട്ട് സഞ്ചരിച്ചിട്ട് ദീനനായിട്ട് നിന്നപ്പോൾ, അതായത് ഒരു അവശനായി തീരെ, ആ സമയത്ത് ദൂരെ പ്രൈക്ഷിഷ്ട കണ്ടു. എവിടെ? ദൂരെ, വളരെ ദൂരത്തായിട്ട് ഇങ്ങനെ കണ്ടു. പ്രൈക്ഷിഷ്ട ദൂരെ വടതള ശയനം, വടതളത്തിൽ ഒരു ആല്ലയിൽ ശയനം ശയിക്കുന്നതായിട്ടുള്ള അല്ലയിൽ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്നതായിട്ടുള്ള അല്ലയിൽ കിടക്കുന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടു എന്നാണ്. വടതള ശയനം, വടതളത്തിൽ, ദളം ഇല, വടവൃക്ഷത്തിൻ്റെ പേരാലിൻ്റെ ഇലയിൽ കിടക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ വളരെ ദൂരെയായിട്ട് കണ്ടു എന്നാണ്. ദീനപ്രൈക്ഷിഷ്ട ദൂരെ വടതള ശയനം കഞ്ചിത് ആശ്ചര്യബാലം. ഭഗവാൻ എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയാണ്? ഒരു ആശ്ചര്യമായിട്ടുള്ള രൂപത്തോടു കൂടി, അത്യധികമായിട്ടുള്ള പ്രകാശത്തോടു കൂടിയതായിട്ടുള്ള ആ ഒരു രൂപത്തോടു കൂടിയതായ ഭഗവാനെ അങ്ങനെ ദൂരത്ത് ഒരു പേരാലിൻ്റെ ഇലയിൽ കിടക്കുന്നതായിട്ട് കണ്ടു എന്നാണ്. വടതള ശയനം കഞ്ചിത് ആശ്ചര്യബാലം ത്വാമേവ, അങ്ങയെ തന്നെ, ഭഗവാനെ തന്നെയാണ് അവിടെ കണ്ടത് എന്നാണ്. ത്വാമേവ ശ്യാമളാംഗം, ശ്യാമളമായ നിറത്തോടു കൂടിയ, ആ ഇരുണ്ട നിറത്തോടു കൂടിയ, ശ്യാമളമായ നിറത്തോടു കൂടിയ, അംഗങ്ങളോടുകൂടിയ, ശ്യാമളമായ അംഗങ്ങളോടുകൂടിയ ശ്യാമളാംഗം. വടതള ശയനേ ത്വാമേവ ശ്യാമളാംഗം, വടതള ശയനം, വടതളത്തിൽ ശയിക്കുന്നതായി, കഞ്ചിത് ആശ്ചര്യബാലം, ഒരു ആശ്ചര്യബാലനായിട്ടുള്ള അങ്ങയെ കണ്ടു എന്നാണ്. വദന സരസിജന്യസ്തപാദാങ്കുലീകം, ഒരു വിശേഷണം കൂടിയും പറയുന്നുണ്ട്. വദന സരസിജത്തിൽ, ആ മനോഹരമായിട്ടുള്ള വദനത്തിൽ, വായിൽ ന്യസ്തമായിട്ടുള്ള വയ്ക്കപ്പെട്ടതായ പാദാങ്കുലീയം, പാദത്തിൻ്റെ അങ്കുലി വിരൽ, ആ തള്ളവിരൽ എന്നാണ് പറയണത്. പാദാങ്കുലീകം, അങ്കുലീകം എന്നുള്ളതിന് അത്ര തള്ളവിരൽ എന്നുള്ള അർത്ഥമില്ല, പക്ഷേ അവിടെ തള്ളവിരൽ എന്നാണ് ഇതിലൊക്കെ പറയാറുള്ളത്. അങ്ങനെ ന്യസ്ത എളുപ്പം അതാണല്ലോ, തള്ളവിരൽ വായിൽ വയ്ക്കാനാണ് എളുപ്പം. അങ്ങനെ ന്യസ്തമായിട്ടുള്ള പാദാങ്കുലിയോട് കൂടിയതായിട്ടുള്ള ഭഗവാനെ
ആ ഒരു ബാലരൂപനായിട്ട് മനോഹരമായിട്ടുള്ള ശ്യാമളവർണ്ണത്തോടു കൂടിയ ആശ്ചര്യകരമായിട്ടുള്ള ഒരു ബാലനെ മനോഹാരിത വർണ്ണിക്കാൻ വയ്യാത്തതായിട്ടുള്ള, അങ്ങനെ വിവരിക്കാൻ വയ്യാത്തതായിട്ടുള്ള അവസ്ഥയിലുള്ളതായിട്ടുള്ള ഒരു ബാലനെ അങ്ങ് കണ്ടു. ദൂരെ പേരാലിൻ്റെ ഒരു ഇലയിൽ ശയിക്കുന്നതായിട്ട് ഇങ്ങനെയൊരു കോമളമായിട്ടുള്ള ബാലരൂപത്തെ കണ്ടു മാർക്കണ്ഡേയൻ എന്നാണ്. അതായത് ആ മായ കാണണം എന്ന് പറഞ്ഞ് മായ കാണിച്ചു കൊടുത്തു നല്ലോണം. ആ ഭൂമി മുഴുവനെ വെള്ളത്തിൽ മുങ്ങിയിട്ട് അങ്ങോട്ട് പെട്ടെന്ന് കഴിഞ്ഞു അതൊക്കെ. ആ വർഷം, അത്യധികമായിട്ടുള്ള വർഷം, കാറ്റ്, മേഘങ്ങളൊക്കെ ചിന്നിച്ചെതറിയും കൊണ്ട് അങ്ങനെ അതിശക്തിയായിട്ടുള്ള മേഘങ്ങൾ വർഷിക്കുന്നതായിട്ടുള്ള ആ വെള്ളം കൊണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞു. അങ്ങനെ ആ ഭൂമി മുഴുവൻ മുങ്ങിപ്പോയി. ആ ജലത്തിൽ ശയിക്കുന്ന ഭ്രമിച്ചും കൊണ്ട് എന്താ വേണ്ടത് നിശ്ചയില്ലാതെ കണ്ട് അങ്ങടും ഇങ്ങടും ഒഴുക്കിൽപ്പെട്ട് ആ തിരമാലകളിൽപ്പെട്ട് കറങ്ങിക്കൊണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിച്ചു കൂട്ടി. വല്ലാണ്ട് വയ്യാതെ കണ്ടായി, മരണമില്ല, വയ്യാതെ കണ്ടായിട്ട് ഒടുക്ക ആ അവസരത്തിൽ ദൂരെ, വളരെ ദൂരത്തായിട്ട് ആശ്ചര്യമായിട്ടുള്ള ഒരു ബാലശരീരത്തോടു കൂടിയ ത്വാമേവം, അങ്ങയെ തന്നെ, ശ്യാമളാംഗം, ശ്യാമളമായ മനോഹരമായ ഇരുണ്ട നിറത്തോടു കൂടിയതായിട്ടുള്ള അങ്ങയെ, ഇരുണ്ട നിറത്തോടു കൂടിയ അവയവങ്ങളോട് കൂടിയ ശരീരത്തോടു കൂടിയതായ അങ്ങയെ, വദന സരസിജന്യസ്ത പാദാങ്കുലീകം, വദന സരസ്യത്തിൽ, സരസ്യം പോലെയുള്ളതായിട്ടുള്ള, ക്രാമ്ര പോലെയുള്ളതായിട്ടുള്ള വദനത്തിൽ, മുഖത്തിൽ ന്യസ്തമായ വയ്ക്കപ്പെട്ടതായ പാദാങ്കുലിയോട് കൂടിയതായ, പാദത്തിൻ്റെ വിരലോട് കൂടിയതായിട്ടുള്ള, തള്ളവിരലോട് കൂടിയതായിട്ടുള്ള ഭഗവാനെ ആ മാർക്കണ്ഡേയ മഹർഷി കണ്ടു എന്നാണ് പറഞ്ഞത്. യാതേ ത്വയ്യാശു വാതാകുലജലദകളത്തോയ പൂർണ്ണാതിഘൂർണ സപ്തർണോരാശിമഗ്നേ ജഗതി സതു ജലേ സംഭ്രമൻ വർഷകോടീഃ ദീനപ്രൈക്ഷിഷ്ടദൂരേ വടതളശയനം കഞ്ചിതാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദന സരസിജന്യസ്തപാദാങ്കുലീകം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. നീ പോയി ലോകമെങ്ങും കഠിനതരമതാം കാറ്റുപേമാരിയായി, ഏഴാഴിയിൽ മുങ്ങി ഭൂമി ഉപരിമുനി ഭയന്നേറെ വർഷം കിടന്നു. കഷ്ടപ്പെട്ടിട്ടിരിക്കെ ജലമതിൽ ആലിലേലായി കിടക്കും കണ്ടങ്ങേ ശ്യാമബാലം സരസിജവദനം കൊണ്ടു പാദം നുകർന്നും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ